അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച വീഡിയോ വേറെ, എടുത്ത് വന്നപ്പോൾ വേറെ വീഡിയോ ആയി. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോഴത്തേക്കും ഞാൻ നമ്മളുടെ കൊല്ലത്ത് നിന്നും പഞ്ചാബിലേക്ക് പോവാണ്. അപ്പം ഞാൻ ട്രെയിനിലാണ് പോയത്. അപ്പോൾ ട്രെയിനിലെ കുറച്ച് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല, എന്നാലും കാണിക്കാമെന്ന് വെച്ച് ഞാൻ കയറിയത് 24-ാം തീയതി വൈകുന്നേരമാണ്. അന്ന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. പിറ്റേ ദിവസം മുതൽ വീഡിയോ എടുക്കാമെന്ന് വെച്ച് രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് സെറ്റായി. എനിക്ക് തോന്നുന്നു അപ്പോഴത്തേക്കും കേരളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഉടുപ്പിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് ഞാൻ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി വന്ന് സ്കിൻ കെയർ ചെയ്യാമെന്ന് വെച്ച് അവിടെ ചുറ്റുമുള്ളവരൊക്കെ ഇങ്ങനെ അമ്പരന്ന് നോക്കുമായിരുന്നു. അതായത് അവർ ഉറങ്ങുക, ഫോണിൽ കുത്തുക, പിന്നെ ഉറങ്ങുക, അതായിരുന്നു തിന്നുക, അതായിരുന്നു അവരുടെ. പക്ഷേ എൻ്റെത് ഉറങ്ങുക, സ്കിൻ കെയർ ചെയ്യുക, കഴിക്കുക, അങ്ങനെയാണ്. ഞാൻ 2 നേരം സ്കിൻ കെയർ ചെയ്ത് അവരെല്ലാം ഞെട്ടിപ്പോയി. എന്താണ് ഈ പെണ്ണ് ചെയ്യുന്നത്, സ്മെല്ലൊക്കെ നല്ലതായിരുന്നു, എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ പ്രോപ്പർ സ്റ്റെപ്പെല്ലാം ചെയ്ത് വിറ്റാമിൻ സിയുടെ ടാബ്ലറ്റ് വെറുമൈറ്റി കഴിച്ച് അത് ഞാൻ വീട്ടിൽ ചെയ്യണ പോലെ തന്നെ എല്ലാം ചെയ്ത്. പക്ഷേ ഈ ട്രെയിൻ ജേർണിയിൽ കൊങ്കൺ റെയിൽവേ വഴിയാണിത് പോയത്. നല്ല സ്ഥലമായിരുന്നു, മൺസൂണും കൂടെ ആയതുകൊണ്ട് മഴയൊക്കെ അടിപൊളിയായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ നടുക്കൂടെയാണ് പോയത്. എല്ലാ സംഭവവും അടിപൊളിയായിരുന്നു. കണ്ട ഗുഹയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്കിൻ കെയർ ചെയ്ത് തുടങ്ങിയപ്പോൾ ഗുഹയ്ക്കകത്ത് കയറി ഇരുട്ടായി. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് എന്ന് പറയുന്നൊരു സാധനം ഞാൻ ഈ ഒരു 3 ദിവസത്തേക്ക് കണ്ടിട്ടേ ഇല്ല. റേഞ്ചേ ഇല്ലായിരുന്നു. അതായിരുന്നു ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. അതിപ്പോൾ ട്രെയിനിൽ വന്നാൽ അങ്ങനെ ആയിരിക്കുമല്ലോ. കൊങ്കൺ റെയിൽവേ വഴി വരാത്തവർക്ക് അത്ര പ്രശ്നമില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ നാട്ടിൽ നിന്ന് ഇനിയാണ് കഥ മാറാൻ പോണത്. നാട്ടിൽ നിന്ന് ഞാൻ കുറച്ച് സ്നാക്സ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഒരു 1.5 അല്ല കയറിയ അന്നും പിന്നെ ഒരു ദിവസം പകുതിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലെ ഫുഡാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പം അത് കഴിക്കുന്നുണ്ടായിരുന്നു. ചപ്പാത്തിയും പിന്നെ മീൻ ഫ്രൈയും കിഴങ്ങിൻ്റെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒന്നും കേടായിട്ടില്ലായിരുന്നു, കാരണം നമ്മൾ എ സിയിലാണ് ഇരുന്നത്. അപ്പം എ സി കോച്ച് ആയതുകൊണ്ടായിരിക്കും ഒന്നും കേടായിട്ടില്ലായിരുന്നു. അപ്പം അതാണ് കഴിച്ചത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് റെയിൽവേയിലെ വടാപ്പാവും അടിപൊളിയാണെന്നും. അങ്ങനെ ഞാൻ റെയിൽവേയിലെ വടാപ്പാവും കഴിച്ച്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വടാപ്പാവ് കഴിക്കുന്നത്. അപ്പം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ത്യൻ ബർഗർ അങ്ങനെയാണല്ലോ ഈ വടാപ്പാവിനെ അറിയപ്പെടുന്നത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതിൻ്റെ ചട്നിയൊക്കെ, അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര പുളിയാണ്. റെയിൽവേയിലത് ഞാൻ പറയാം, അതിൻ്റെ ചട്നി ഉണ്ട്. ആ ചട്നി ആ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തിട്ട് ആ ഒരു പൊട്ടറ്റോ പാറ്റി അല്ല, ഒരു ബോൾ കണക്കിരിക്കും, പൊട്ടറ്റോ ബോൾ. അത് വെച്ചിട്ട് വേണം കഴിക്കാൻ. ഈ ഒരു ചട്നി അല്ല, എന്തൊരു പൊടി, നമ്മളുടെ തേങ്ങാപ്പൊടി, മറ്റേ പൊടിച്ചമ്മന്തി ഉണ്ടല്ലോ, ആ സാധനം. പക്ഷേ ടേസ്റ്റ് വേറെയാണ്. പക്ഷേ തേങ്ങയ്ക്കകത്തൊന്നും അല്ല കേട്ടോ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്കൊന്ന് ഉപ്പിനകത്ത് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് മാത്രമേ ഉള്ളൂ ഉപ്പ്, ബാക്കി ഒന്നിനും ഉപ്പില്ല. അതുകൊണ്ട് അത് കോംപ്രമൈസ് ആവുന്നുണ്ടായിരുന്നു. ആ ഒരു ഉപ്പ് നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ 2 വട്ടം മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ നിന്ന് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നമ്മളുടെ കാവിൻസിൻ്റെ മിൽക്ക് ഷേക്ക്, ബെൽജിയം ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും അതൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പം നമ്മൾ കൊങ്കൺ റെയിൽവേ കടന്നിട്ടുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു. നല്ല മഴയും നല്ല ഇത് ഗംഗാവരി റിവറാണ്. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട്. അത് ഞാൻ മിക്ക സമയം ഞാൻ പുറത്തിറങ്ങി തന്നെ ഇരിക്കുമായിരുന്നു. തണുപ്പ് കൂടുമ്പോൾ ഒന്നാമത് പുറത്ത് നല്ല മഴ, അതിൻ്റെ ഇടയ്ക്ക് എ സിയും കൂടെ ഓടിക്കത്ത തണുപ്പ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങിയിരുന്നു. അമ്മയ്ക്ക് അച്ഛനും പേടിയാണ്, എന്നാലും എനിക്കും പേടിയാണ്. കാരണം ഭയങ്കര സ്പീഡിലാണ് ട്രെയിൻ പോണത്. അപ്പം ഭയങ്കര സ്പീഡിലാണ് പോകണം. അപ്പോൾ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഒരു മേലകലമാണ് എന്നിട്ട് ഈ കാഴ്ചകളെല്ലാം കാണുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മൾ റെയിൽവേയിലെ തന്നെ അവരപ്പോൾ തന്നെ ഓർഡർ എടുക്കാനായിട്ട് വരും. അതായത് നമ്മളിപ്പോൾ ലഞ്ചിന് ഇപ്പോൾ 12 മണിക്കല്ലേ ലഞ്ച്, 10 മണിയാകുമ്പോൾ ഒരു ഓർഡറിന് വരും. ആ ഫുഡ് കുഴപ്പമില്ല കേട്ടോ. റെയിൽവേയിൽ ഞാൻ താലിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ചോറ്, റൊട്ടി, പിന്നെ ദാൽ കറി, പിന്നെ ഒരു പൊട്ടറ്റോ സബ്ജി പോലെയും, പിന്നെ ഒരു സാലഡും അച്ചാറുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റായിരുന്നു. അത് 2 നേരം. ഞാൻ ഫുഡ് ഓൺ ട്രാക്ക് അപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ഫുഡ് ഓൺ ട്രാക്കിൽ വരും. പിന്നെ സമോസ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല സമോസ, എന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല. അതിന് ഭയങ്കര മധുരം, എനിക്കൊന്ന് മധുരക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ സമോസ വേണം. എൻ്റെ വൈബേ അല്ലായിരുന്നു. ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടിയാണ്, മീൻസ് നോർത്ത് എത്തുമ്പം നമുക്ക് നോർത്തിലെ ഫുഡായിരിക്കുമല്ലോ അവർ കൊണ്ടുവന്ന് തരുന്നത്. അപ്പം എനിക്ക് അവിടുത്തെ സമോസ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇതോടെ മാർക്കറ്റി എനിക്കൊന്ന് റെയിൽവേയിൽ ആയത് കൊണ്ടായിരിക്കും. ഇത് മധുരക്കിഴങ്ങിലാണ് ആക്ച്വലി ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് എരിവുണ്ട്, പക്ഷേ മധുരമാണ് കൂടുതൽ. അങ്ങനെ ഉപ്പെന്ന് പറഞ്ഞ സാധനമില്ല. അതാണ് ഞാൻ ചോദിച്ചത്. മധുരം ഫുൾ എല്ലാ സാധനത്തിലും അവർ കിഴങ്ങ് യൂസ് ചെയ്യുന്നുണ്ട്.
കിഴങ്ങിന് ഇപ്പം നമ്മൾ പോയ സമയത്തും കിഴങ്ങിൻ്റെ കൃഷി ആയിരുന്നു ഫുൾ നമുക്ക് ട്രെയിനിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഒരു ഉച്ച ആ സമയമൊക്കെ ആയപ്പോൾ, ഉച്ചയല്ല ഒരു വൈകുന്നേരം ആ സമയമൊക്കെ ആയപ്പം ഞാൻ ഫുഡ് ഓൺ ട്രക്കിൽ നിന്ന് ഒരു മീൽസ്, അതായത് താലി തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് അവർ നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ കൊണ്ടുവന്ന് തരും കേട്ടോ. പുറത്തൊന്നും ഇറങ്ങണ്ട, സീറ്റിൽ തന്നെ അവർ കൊണ്ടുവന്ന് തരും. ട്രെയിനിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ, അറിഞ്ഞുകൂടാത്തവരുത്തം പറഞ്ഞാൽ ട്രെയിനിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ ഓർഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഓട്ടോമാറ്റിക്കലി നമ്മുടെ സീറ്റൊക്കെ ലൊക്കേഷൻ ആഡ് ആയിക്കോളും. അപ്പോൾ ഇതിനകത്ത് ചോറുണ്ടായിരുന്നു. പിന്നെ അല്ലല്ല ഇത് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ, പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് ചോല ഭട്ടൂരയാണ് ഞാൻ ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റായിരുന്നു. ഇവിടുത്തെ ചോല ഭട്ടൂര അടിപൊളിയാണ്. പിന്നെ ഉച്ചയ്ക്കും, ഇതിപ്പം 3ാമത്തെ ദിവസത്തെ കാര്യമാണ്, ഉച്ചയ്ക്കും ഞാൻ മീൽസാണ്. ഒരു മീൽസ് അച്ഛന് റെയിൽവേന്ന് തന്നെ മതിയെന്ന് പറഞ്ഞു. നേരത്തെ ഓർഡർ എടുക്കാൻ വന്ന പോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം ഞാൻ അല്ലാതെ ഫുഡ് ഓൺ ട്രക്കിൽ ഓർഡർ ചെയ്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്നല്ല, നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു, പിന്നെ പനീർ മസാല ഉണ്ടായിരുന്നു, പനീർ ബട്ടർ മസാല ഉണ്ടായിരുന്നു, പിന്നെ അവരുടെ അച്ചാറുണ്ടായിരുന്നു, പിന്നെ ദാൽ കറി അവർക്ക് ഭയങ്കര കോമൺ, എല്ലാത്തിലും ദാൽ കറി യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ദാൽ കറിക്ക്. എൻ്റെ ടേസ്റ്റ് ഇങ്ങനെയൊക്കെയാണ്, നോർത്ത് ഇന്ത്യൻ ഫുഡാണ് എനിക്കിഷ്ടം. പിന്നെ ഉപ്പ് എക്സ്ട്രാ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ താഴത്തെ മട്ടർ മസാല, എൻ്റെ പൊന്നു അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ആ സാധനം അടിപൊളി ടേസ്റ്റായിരുന്നു. അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ അച്ചാർ ജീര റൈസ് ആയിരുന്നു. പിന്നെ ഇവരുടെ അച്ചാർ എന്ന് പറയുന്നത് കടുകെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയ അച്ചാറാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ അച്ചാർ. ഞാൻ അങ്ങനത്തെ ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ടേസ്റ്റ്. ഈ കടുക്, ജീരകം, പിന്നെ അവർക്ക് മധുരം, പനീർ മസാലയ്ക്കകത്ത് ഇത്തിരി മധുരം ഉണ്ടായിരുന്നു. എനിക്ക് അത്ര മധുരം എനിക്കിഷ്ടമല്ല. അല്ലാതെ അവരുടെ ബട്ടർ മസാലയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. ബാക്കിയുള്ളവരുടെ, എൻ്റെ അമ്മയൊക്കെ ചോദിക്കുന്നത് എന്തൊരു ജീവി, നമ്മളെ പോലെ അല്ലല്ലോ, അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല. പിന്നെ അവരുടെ റൊട്ടിയാണ്. അവരുടെ റൊട്ടി പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നാട്ടിലൊന്നും ഇത്ര അടിപൊളി റൊട്ടി കിട്ടത്തില്ല. അത്ര അടിപൊളി ടേസ്റ്റാണ് അവരുടെ റൊട്ടിക്ക്. അതിപ്പോൾ ഇന്ത്യൻ റെയിൽവേയിലെ ആണെങ്കിലും ഇപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ ഒരു ട്രെയിൻ ജേർണി. ഇപ്പം ബോട്ട 8-ന് ട്രെയിൻ ജേർണി ആയിപ്പോയി കേട്ടോ. അതങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാനാണ്. വേറെ ഒന്നും പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്യാൻ എനിക്കില്ലായിരുന്നു. വെറുതെ ട്രെയിനിൽ ഇരിക്കുക, കിടക്കുക, കഴിക്കുക, സ്കിൻ കെയർ ചെയ്യുക, അതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ മറ്റേ ഗുലാബ് ജാമുൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പറയാതിരിക്കാം വയ്യ, അടിപൊളി ടേസ്റ്റായിരുന്നു. നാട്ടിൽ കിട്ടുന്ന ഇങ്ങനത്തെ ഒരു ഗുലാബ് ജാമുൻ നാട്ടിൽ കിട്ടത്തില്ല, ഞാൻ പറ്റിടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഞാൻ ഡൽഹിയിലെത്തിയതിന് ശേഷം പിന്നെ എടുക്കാനേ പറ്റിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക.